ഗോൾഡൻ ഫുട് പ്രിൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് കോടിക്കുളം ഇടവകക്കാരനായ ജോസഫ് വെള്ളിയാംതടത്തിൽ അച്ഛനെക്കുറിച്ചാണ്. അച്ഛൻ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ മുഴുവൻ കാലഘട്ടവും ഇടവകകളിൽ ജീവിക്കുകയും ഇടവക ജനത്തോടൊപ്പം ആയിരിക്കുകയും ചെയ്ത ആളാണ്. 1945 ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അതേ ദിവസം തന്നെ ജനിച്ച ആളാണ് അച്ഛൻ. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതം ഇടവകകളിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണവും സ്നേഹവും ലഭിച്ച ആളാണ് അച്ഛൻ. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് കേൾക്കാം. ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലെ പാലം പണിയുന്നവരാണ് പുരോഹിതർ എന്ന് പറയാറുണ്ടല്ലോ. അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്കുള്ള ആ വിളിക്ക് പിന്നില് അച്ഛൻ്റെ ബാല്യ കൗമാരങ്ങളിലെ അനുഭവങ്ങള്, ദൈവിക വിചാരങ്ങളൊക്കെ കാരണമായിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാവോ? എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് തന്നെ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. പാലാ രൂപതയിൽ ഭരണങ്ങാനം ഇടവകയിൽ വള്ളിയാന്തടത്തിൽ കുടുംബത്തിൽപ്പെട്ടതാണ് ഞാൻ. എൻ്റെ വീട്ടുപേരായി വന്നപ്പം വെള്ളിയാന്തടത്തിൽ നായി സെമിനാരി ചേർന്നപ്പം വന്ന ഒരു പ്രശ്നമാണ്. സെമിനാരിയിൽ അച്ഛന്മാരത് പേരെഴുതിയെടുത്തപ്പം VA എന്നുള്ളത് VE എന്നായി. ഇത് എന്നെ പിന്നെ അവർ വെള്ളിയാന്തടം എന്ന് വിളിച്ചു തുടങ്ങി. ഞാൻ ആലോചിച്ചപ്പോൾ അത് നല്ല പേരാണല്ലോ, വള്ളിയേക്കാൾ നല്ലത് വെള്ളിയാണ്. അതുകൊണ്ട് ഞാൻ അത് അങ്ങോട്ട് സമ്മതിച്ചു. അങ്ങനെ പിന്നെ വെള്ളിയാന്തടമായി. അപ്പം വള്ളിയാന്തടം കുടുംബമാണ് ഞങ്ങളുടേത്. പാലാ രൂപതയിൽ ആരംഭം. അവിടുന്ന് പിന്നെ ഈ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ കുടുംബം വ്യാപിച്ചു. പെരുങ്ങളത്ത്, ഇപ്പോൾ പെരുങ്ങളത്ത് 42 പെരുങ്ങള ഇടവകയിൽ 42 കുടുംബങ്ങളുണ്ട് വള്ളിയാന്തടംകാർ. പിന്നെ ഹൈറേഞ്ച് ഭാഗത്ത് പല സ്ഥലത്തും ഉണ്ട്. നിർമ്മല സിറ്റി, മരിയാപുരം, ബഥേൽ, മഞ്ഞപ്പാറ, ഇവിടെയൊക്കെ വള്ളിയാന്തടംകാരുണ്ട്. മലബാറിലും ഉണ്ട് വള്ളിയാന്തം. ഈ വള്ളിയാന്തടംകാർ വളരെയധികം അങ്ങോട്ട് വ്യാപിച്ച വലിയൊരു കുടുംബമാണ്. അതിർത്തികൾ വരെ. അതെ അതെ. എൻ്റെ ചാച്ചൻ്റെ വീട്ടുപേരാണല്ലോ വള്ളിയാന്തടത്തിൽ. അമ്മയുടെ വീട്ടുപേര് അഴകത്തേൽ എന്നായിരുന്നു. അത് ഈരാറ്റുപേട്ട അടുത്ത് തീക്കോയി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തീക്കോയിലാണ് അഴകത്തേൽക്കാർ. അപ്പോൾ ഞാൻ ജനിച്ചത് രണ്ടാമത്തെ കുട്ടിയായിട്ടാണ്. എൻ്റെ മൂത്തത് ഒരു പെങ്ങളുണ്ട്. ഞങ്ങൾ 8 സഹോദരങ്ങളാണ്. അതെ, അതിൽ മൂത്തത് പെങ്ങളാണ്. ഞാൻ രണ്ടാമത്തെ ആളാണ്. ഞാൻ ജനിച്ചത് തീക്കോയി അമ്മയുടെ ഭവനത്തിലാണ് ഞാൻ ജനിച്ചത്. അത് ശേഷം പെരുങ്ങളത്ത് വളർന്നു. അപ്പോഴേക്ക് 4 കുട്ടികളായിരുന്നു ഞങ്ങൾ. പെങ്ങൾ, ഞാൻ, എൻ്റെ ഇളയ 2 പെൺകുട്ടികൾ. അപ്പോഴേ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഈ ആളുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് കുടിയേറി തുടങ്ങിയ കാലഘട്ടമായിരുന്നു. 1947 കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളും ഭക്ഷ്യ ദൗർലഭ്യങ്ങളും ഒക്കെ വന്നപ്പോൾ ആളുകൾ ഹൈറേഞ്ച്, മലബാർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ കുടിയേറി തുടങ്ങിയായിരുന്നു. അങ്ങനെ ആ കൂടെ ഞങ്ങൾ ഹൈറേഞ്ചിന് കുടിയേറിയവരാണ്. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ഹൈറേഞ്ചിന് പോയി. 1952 ഞങ്ങൾ ഹൈറേഞ്ചിൽ പോയി. അന്ന് ആദ്യമായിട്ട് ഞങ്ങൾ പോയത് പന്നിയാർകൂട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. വെള്ളത്തുവൽ പന്നിയാർകൂട്ടി, പൊന്മുടി എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത് പന്നിയാർകൂട്ടിയിലാണ് ഞങ്ങൾ ചെന്നത്. അവിടെ ചെല്ലുമ്പോൾ ചുറ്റുപാടുമെല്ലാം ഭയങ്കര വനമാണ്, ഘോര വനങ്ങളാണ്. കുറേ ഭാഗങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് വന്നവർ അവിടെ വെട്ടിത്തെളിച്ച് കയറുകയാണ്. അത് ഏതോ ആളുടെ പേരിലൊക്കെ ആയിരുന്നു അത്. അവരോട് ചെറിയ വിലയൊക്കെ കൊടുത്ത് ആ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ വെട്ടിത്തെളിച്ചതാണ്. ആനശല്യം, കാട്ടുമൃഗങ്ങളുടെ ശല്യം ഭയാനകമായിരുന്നു. ഞങ്ങൾ 2 വർഷം ഏർമാടത്തേലായിരുന്നു. ഇപ്പം ആ പന്നിയാർകുട്ടി പള്ളി ഇരിക്കുന്ന സ്ഥലം ഞങ്ങളുടേതായിരുന്നു. അതിൻ്റെ മുകളിലേക്കുള്ള സ്ഥലമെല്ലാം ഞങ്ങളുടേതായിരുന്നു. ആ പള്ളി ഇരിക്കുന്നിടത്ത് ഒരു വലിയ മരമുണ്ടായിരുന്നു. വൻതേക്ക് എന്ന് പറയുന്ന വലിയൊരു മരം ഉണ്ടായിരുന്നു. അതേലായിരുന്നു ഈ ഏർമാടം ഉണ്ടായിരുന്നു. ഈ ഏർമാടത്തിൽ ഞങ്ങൾ 2 വർഷം. 8 മക്കളും അല്ല, അന്ന് 4 മക്കൾ. അന്ന് 4 മക്കളെ ആയിട്ടുള്ളൂ. 4 മക്കളും ചാച്ചനും അമ്മച്ചി. ഞങ്ങൾ ഈ ഏർമാടത്തെ 2 വർഷം താമസിച്ചു.
പകലൊക്കെ താഴെ പെരയായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് വെക്കും. ഞങ്ങളെ കയറ്റി ഇറക്കുകയും ചെയ്യുക. അല്ല, ഞങ്ങൾക്ക് കയറാനറിയാം. കൊണ്ടുവന്ന് താഴെ ഇറക്കും. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടാകുമ്പോഴത്തേന് ഞങ്ങളെ ഏരുമാടത്തേക്ക് കയറ്റും. ബാല്യത്തിൽ തന്നെ നല്ല ഒരു സാഹസിക ജീവിതം. അതെ അതെ, ബാല്യത്തിൽ തന്നെ നല്ലൊരു ജീവിതമായിരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ശക്തി വളരെ പ്രകടമായിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ 4 മക്കളും മാതാപിതാക്കന്മാരും ഈ 2 വർഷം ഈ ഏർമാടത്തെ കയറുക ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ കാട്ടുമൃഗങ്ങളുടെ എല്ലാം മധ്യയെ ജീവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് യാതൊരു പോറൽ പോലും ഏൽപ്പിച്ച ഒരു ഭയപ്പാട് പോലും ഉണ്ടായിട്ടില്ല. അതാണ് അത് ഒരു ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. അതെ, ദൈവത്തിൻ്റെ വലിയൊരു ശക്തി പ്രവർത്തിച്ചിരുന്നു എന്ന് ഞങ്ങൾ കരുതുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഏർമാടത്തെ നിന്നൊക്കെ ഞങ്ങൾ താഴെ. അന്നേരത്തേക്ക് ചുറ്റുപാടുമൊക്കെ ആളുകളായി. ഇങ്ങനെ വെട്ടിത്തെളിച്ച് കയറുകയില്ലേ. പിന്നെ ഈ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അന്ന് സ്കൂളുകളൊന്നും ഇല്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആശാന്മാർ കളരി എന്നും പറഞ്ഞൊരു പരിപാടി അങ്ങനെ ഇട്ട് തുടങ്ങിയത്. അതിലൊക്കെ കൊണ്ടുപോയി ഞങ്ങളെ ചേർത്തു. ഒരു 5 വർഷം കൂടി, എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഹൈറേഞ്ച് കയറുന്നത്. 5 വർഷം കൂടി ഈ രീതിയിലൊക്കെ അങ്ങ് പോയി. ഞങ്ങളുടെ പഠനങ്ങളെല്ലാം എൻ്റെ വേള. അപ്പോഴേക്കും 1-2 കൊച്ചുങ്ങളും കൂടി ഉണ്ടായി. ഞങ്ങൾ 6 പേരായിരുന്നു. അതെ അതെ. ഈ ആശാങ്കളരിയിലൊക്കെ ഞങ്ങൾ പോയി പഠിച്ചു. അതുകൊണ്ട് ഒരു ബേസിസ് കിട്ടി കേട്ടോ. അക്ഷരങ്ങളും അക്ഷരത്തിൻ്റെ പെരുക്കങ്ങളും ഒക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റി. ആശാന്മാർ നല്ല, അത് വലിയൊരു ഭാഗ്യം. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത്. അതെ അതെ, കർശനമായിട്ട് അവരെ പഠിപ്പിക്കുമല്ലോന്നേ ആശാ. ഒരു കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എല്ലക്കല്ല് എന്ന് പറയുന്നിടത്ത് ഒരു പള്ളിയൊക്കെ വന്നു. അത് ആദ്യ പള്ളി ഉണ്ടായിരുന്നു വട്ടയാറായിരുന്നു. പിന്നെ കുഞ്ചിത്തണ്ണി പള്ളി വന്നു. പിന്നെ എല്ലക്കല്ലി പള്ളി വന്നു. എല്ലക്കല്ലി പള്ളി വന്നപ്പോൾ ഈ പന്നിയാർകുട്ടിയിൽ നിന്ന് എല്ലക്കല്ല് ഒരു 5 കിലോമീറ്റർ. അപ്പോൾ അവിടേക്ക് ഞങ്ങളെ വഴി സൗകര്യമൊന്നുമില്ല, നടപ്പാതകൾ മാത്രം. അന്ന് ഈ മുതിരപ്പഴി 6 ഒഴുകുന്നുണ്ട്. പന്നിയാറ് മറ്റേ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതാണ് ഈ പന്നിയാർ കൂട്ടി, രണ്ടും കൂടി ഒന്നിച്ച് ചേരുന്നിടമാണ് പന്നിയാർ കൂട്ടി എന്ന് പറയുന്നത്. ഈ മുതിരപ്പഴിയാറ് കടന്നു വേണം എല്ലക്കല്ലിന് പോകാൻ. വള്ളമുണ്ട്, വള്ളത്തിൽ കടത്തി വിടും. പിന്നെ ഈ കമ്പി അക്കരെ ഇക്കരെ കെട്ടി ഇല്ലി കൊണ്ട് പിന്നെ പീഠം ഉണ്ടാക്കി ചെങ്ങാടം എന്ന് പറയുന്ന ആ ഒരു പരിപാടിയുണ്ട്. അതിൽ കടത്തി വിടും. ഇങ്ങനെ ഞങ്ങൾ പോവുകയും വരികയൊക്കെ. എല്ലക്കല്ലിന് പോകുമായിരുന്നു പള്ളിയിൽ. ഒരു കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് എല്ലക്കല്ലിൽ പള്ളിവക സ്കൂള്, അംഗീകാരമൊന്നുമില്ല, പള്ളിവക സ്കൂളുണ്ടാക്കി. എന്നിട്ട് അധ്യാപകരെ പഠിപ്പിക്കാനുമൊക്കെ അവിടെ കൊണ്ടുപോയി ഞങ്ങളെ ചേർത്തു. അവിടെ ഞങ്ങൾ പഠനം തുടങ്ങി. പിന്നെ എനിക്കൊരു 10 വയസ്സായപ്പോൾ എന്ന് പറയുമ്പോൾ 1957 പൊന്മുടിയിൽ ഡാം പദ്ധതി വരികയാണ്. അതിനു വേണ്ടി വെള്ളത്തുവലിയിൽ നിന്ന് പൊന്മുടിയിലേക്ക് റോഡ്, ആദ്യ റോഡാണ് ഉണ്ടാകുന്നത്. ഈ 1957 ആയപ്പോൾ ആ റോഡ് പണി ആരംഭിച്ചു. ഏകദേശം നടന്നു പോകാറായി. അപ്പോൾ വെള്ളത്തുവലി സ്കൂളുണ്ട്, ഗവൺമെൻറ് സ്കൂളാണ്. ഗവൺമെൻറ് സ്കൂളുണ്ട്, അത് അംഗീകൃതമാണല്ലോ. അപ്പോൾ കാരണന്മാർ പറഞ്ഞു, അവിടെ ഞങ്ങൾ കുറേ പേരുണ്ട് ഇങ്ങനെ പ്രായമായവരെ, 10 വയസ്സ് 8 വയസ്സ് 12 വയസ്സൊക്കെ ഉള്ളവരാണ്. അപ്പോൾ പള്ളിക്കൂടത്തിൽ വിട്ടിട്ടില്ല ഇതുവരെ. ഈ കുടിപ്പള്ളിക്കൂടത്തിൽ ആശാൻ്റെ കളരിയിലും ഒക്കെ പോയി പഠിച്ചതേ ഉള്ളൂ. പിന്നെ ഞങ്ങളെ കൊണ്ടുപോയി വെള്ളത്തുവലിയ ചേർത്തു. 1-ാം ക്ലാസ്സിലാണ് കൊണ്ടുപോയി ചേർക്കുന്നത്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തു. പിന്നെ അവിടെ പഠനം അങ്ങ് ആരംഭിച്ചു. ഈ റോഡൊക്കെ ഒരുവിധം നടന്നു പോകാൻ. വണ്ടി സൗകര്യമായോ? വണ്ടി ആയില്ല, നടന്നു പോകണം. പിന്നെ പന്നിയാർകുട്ടിയിൽ നിന്ന് വെള്ളത്തൂല് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ. അത് നടന്നാണ് പോകുന്നത്. നടന്ന് അങ്ങോട്ട് പോകുന്നത്, നടന്ന് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ഇച്ചിരി മുതിർന്ന കുട്ടികളാണല്ലോ ഞങ്ങൾക്ക്. ഈ തീരെ കൊച്ചു പിള്ളേരെ ഈ കളരിയിലൊക്കെ അപ്പോഴും വിടുകയാണ്. ആശാൻ കളരിയിലാണ് വിടുന്നത്. ഇച്ചിരി മുതിർന്നവരെയാണ് കൊണ്ടുപോയി വിടുന്നത്. അപ്പോഴും ആനശല്യമൊക്കെ ഉണ്ട്. അന്നും ആന മാറി കിട്ടില്ല. 5 വർഷം എന്ന് പറഞ്ഞാലും ആനശല്യം, കാട്ടുമൃഗശല്യമൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചാണ് പോക്കും വരവുമെല്ലാം. അങ്ങനെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഞാൻ അവിടെ വെള്ളത്തൂല് പഠിച്ചത്. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രശ്നങ്ങൾ ആണ് എന്നെ ഈ ദൈവവിളിയിലേക്ക് ടീച്ചർ ചോദിച്ചത്. അതാണ് ലാഷിൽ ടീച്ചർ ചോദിച്ചത് എങ്ങനെയാണ് എല്ലക്കല്ലിൽ പള്ളി വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലക്കല്ല് പള്ളി അന്ന് പിട്ടാപ്പള്ളി അച്ഛൻ, സക്കറിയാസ് പിട്ടാപ്പള്ളി അച്ഛനാണ് ഒരു ഹൈറേഞ്ച് മിഷനറിയാണ് അദ്ദേഹം. ഇങ്ങനെ ഈ വട്ടയാറ്, കുഞ്ചിത്തണ്ണി, എല്ലക്കല്ല്, പിന്നെ പന്നിയാർകുട്ടി വരും. എന്നിട്ട് പൊന്മുടി എന്ന് പറയുന്ന കൊന്നത്തടി പൊന്മുടി, അവിടെ പോയി ഒരു പള്ളിയൊക്കെ സ്ഥാപിച്ച് അവിടേക്ക് ഈ അച്ഛന് ഇങ്ങനെ നടന്നേ പോകാനുള്ള യാതൊരു മാർഗം, വണ്ടി കാൽ സൗകര്യങ്ങളൊന്നുമില്ല, മൂട് വഴികളേ ഉള്ള, റോഡ് പോലും ഇല്ല താനും. അപ്പോൾ അച്ഛന്
ഇങ്ങനെ കുറേ ആളുകൾ കാണും അച്ഛൻ്റെ കൂടെ. അത് ഹൈ റേഞ്ചിൻ്റെ സ്ഥിതിയല്ലേ, എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കുകയല്ലോ. എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയാണ് യാത്രയും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഈ അച്ഛൻ്റെ കൂടെ ഒരു 10-15 പേരൊക്കെ കാണും. അപ്പോൾ അച്ഛൻ താമസിക്കുന്ന കുഞ്ചിത്തണ്ണിയിലായിരുന്നു. കുഞ്ചിത്തണ്ണിയിൽ നിന്ന് എല്ലക്കല്ലി വരും, എല്ലക്കല്ലിയിൽ നിന്ന് പന്നിയാർകുട്ടി വരും, പന്നിയാർകുട്ടിയിൽ നിന്ന് പൊന്മുടിക്ക് പോകും. അപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ വരും. ഞങ്ങൾക്കൊക്കെ അന്ന് വലിയൊരു ഓണം പോലെ അച്ഛൻ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആവേശമാണ്, സന്തോഷമാണ്. ഞങ്ങൾ അച്ഛനെയൊക്കെ സ്വീകരിക്കുന്നു. അപ്പം ഞങ്ങളെല്ലാം പോയി അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നു. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. പിള്ളേരൊക്കെ പോയി അതെ അതെ അച്ഛനൊരു മിഠായിയൊക്കെ കൊടുക്കുന്നു. അതെ സന്തോഷമായിട്ട് ഞങ്ങളങ്ങനെ. അപ്പം ഈ അച്ഛൻ്റെ പോക്കും വരവും ആളുകളുടെ താല്പര്യവും സന്തോഷവും എല്ലാം ഇത് തരത്തില്ലോ എന്ന് തോന്നിയത് അവിടെയാണ് അതിൻ്റെ ഒരു, എനിക്ക് തോന്നുന്നത് എൻ്റെ ദൈവവിളിയുടെ ആരംഭം അവിടെയാണ്. അതിനോടൊരു ആകർഷണം വന്നത്. പിന്നെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെള്ളത്തൊഴിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വർക്കേയ്പ്പ് സാറുണ്ടായിരുന്നു, മലയാളം പഠിപ്പിക്കുന്ന വർക്കേയ്പ്പ് സാറ്, പാലപ്പറമ്പയിൽ എന്ന് പറയും. പുള്ളി പാർത്തോടുകാരനായിരുന്നു. പുള്ളി നടന്നാണ് വരുന്നത്, പാർത്തോട്ടിൽ നിന്ന് വെള്ളത്തോലിൽ വന്ന് പഠിപ്പിക്കുന്നത് നടന്നു വന്നാണ് പഠിപ്പിക്കുന്നത്. ഇച്ചിരി പ്രായമൊക്കെയുള്ള പക്വതയൊക്കെയുള്ള നല്ലൊരു സാറായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായിരുന്നു. ഭയങ്കര തമാശയും പറയും പുള്ളി, നല്ല തമാശക്കാരൻ. ജൂബയൊക്കെ ഇട്ട് ഫാൻസൊക്കെ ഇട്ട് നല്ല ഇങ്ങനെ രസമായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ സാറിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ റെഡിമണിയായിട്ട് എൻ്റെ ഉത്തരം പറഞ്ഞു ഇച്ചിരി നേരം സാർ എന്നെ നോക്കി നിന്നു. ഞാൻ ഓർത്ത് ഈ സാർ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് സാറ് ഉറക്കെ എന്നോട് പറയുക, എടോ ഇയാളൊരു അച്ഛനാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രവചനമായിരുന്നു. അതൊരു പ്രവചനമായിരുന്നു. ഇയാളൊരു അച്ഛനാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അറിയാം. ഇപ്പോഴും മനസ്സിലായി. അത് ഒരു പ്രേരണയായിട്ടുണ്ടായിരുന്നു. അച്ഛനാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു അച്ഛനാകാനുള്ള ഒരു ഗെറ്റപ്പുണ്ട് എന്നുള്ളത്. നേരത്തെ തന്നെ മറ്റേ അച്ഛൻ്റെ ഒരു അതെ അതെ പിട്ടാപ്പള്ളി അച്ഛൻ്റെ ഇതുണ്ടല്ലോ അത്. അങ്ങനെ പഠിച്ചു. 10ാം ക്ലാസ്സായി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് മനസ്സിൽ ഉറച്ചായിരുന്നു സെമിനാരിയിൽ പോകണം. സെമിനാരി രൂപത പട്ടക്കാരനാകുക എന്നുള്ളത് ഹൈ റേഞ്ചിലാന്നോ അച്ഛൻ എന്നതാ സെമിനാരി എന്നതാ യാതൊരു പിടിപാടും ഇല്ല കേട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ പഠന കാര്യങ്ങളൊന്നും ഒരു പിടിപാടുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഏതൊരു മാസികയിൽ ഈ കപ്പുച്ചീൻ സഭക്കാരുടെ ഒരു പരസ്യം കണ്ടു. അപ്പോൾ ഞാൻ ചുമ്മാ എഴുതി, ഡയറക്ടർ എന്നും പറഞ്ഞ അച്ഛന് എഴുതി. മറുപടി വന്നു ഇങ്ങനെ, ഇവിടെയാണ് കളമശ്ശേരി, കളമശ്ശേരിയിലാണ്, ഇവിടെയാണ് മക്കൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം എന്ന്. ഞാൻ പിന്നെ എഴുതി എന്നാൽ വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. എല്ലാം അറിയിച്ചു. എന്നിട്ട് ഒരു ഡേറ്റും ഫിക്സ് ചെയ്തു. ഇന്ന ദിവസം ഇന്ന സാധനങ്ങളുമായിട്ട് സെമിനാരിയിൽ വരണം, ഇന്നടത്ത് വരണം. കളമശ്ശേരിയിൽ ആ സ്ഥലം എല്ലാം പറഞ്ഞു. അപ്പം വീട്ടിലിപ്പം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു? വീട്ടിൽ അതിനെക്കുറിച്ചെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞു. ആദ്യം എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞില്ല, കാരണം സമ്മതിക്കുകയില്ലെന്ന്, ഞാൻ മൂത്ത ആളല്ലേ, അതുകൊണ്ട് സമ്മതിക്കുകയില്ലെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ട് ആദ്യം ഞാൻ എഴുത്തുകളൊക്കെ അയച്ചപ്പം പറഞ്ഞില്ല. പിന്നെ മക്കൾ പോരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ താല്പര്യപ്പെടുന്നുണ്ട്, ഞാനിങ്ങനെ എഴുതി, മറുപടി വന്നു, എന്നോട് ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ചാച്ചന് അതൊരു അത്ര തൃപ്തിയായില്ലായിരുന്നു. ചാച്ചൻ്റെ അനുജന്മാർ അവർ പെരുങ്ങളത്ത് നാട്ടിൽ ഉണ്ട്, വരും പോകും, ഈ പന്നിയാർകുട്ടി വരികയും പോവുകയൊക്കെ ചെയ്യും ഹൈ റേഞ്ചിൽ. അപ്പോൾ അവർ ഇതറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതൊന്നും വേണ്ട, ആദ്യത്തെ പിന്നെ ഹൈ റേഞ്ചിൽ ഒരു സൗകര്യവും ഇല്ലാത്തടത്ത് പിന്നെ അപ്പനൊക്കെ ഒരു തുണ വേണ്ടേ, അതുകൊണ്ട് പോയാൽ പറ്റുകയല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ അതൊന്നും ഒരു പ്രശ്നമാകില്ല. അവരവരുടെ കാര്യം പറയുന്നു, എനിക്ക് എൻ്റെ കാര്യം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കടമ്പ കിടക്കാനുള്ള വികാരിയച്ഛനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ എന്നാലും പോകുന്നു എന്ന് തീരുമാനിച്ചു. അവരോട് ഞാൻ പറഞ്ഞു അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, തമ്പുരാൻ നോക്കിക്കോളും, ദൈവമല്ലേ എല്ലാം പരിപാലിക്കുക. ഞാനങ്ങ് പോയാൽ ദൈവത്തിന് വേണ്ടിയല്ലേ പോകുന്നത്, അപ്പം ദൈവം നോക്കിക്കോളും. അവർ പറഞ്ഞു പഠിപ്പിച്ചത് നമ്മൾ തിരിച്ചു പറയാൻ ഒരു അവസരമായി. അത് കഴിഞ്ഞ് പിന്നെ വികാരിയച്ഛനെ കാണാൻ പോവുക. ചാച്ചനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. വികാരിയച്ഛനെ പോയി കണ്ടു. വികാരിയച്ഛനെ കണ്ടേച്ച് പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ സെമിനാരിയിൽ പോകണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്, അതിന് ഞാൻ ഈ കളമശ്ശേരിയിൽ അച്ഛന്മാരുമായിട്ട് എഴുതി, അച്ഛനങ്ങ് ചെല്ലാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു എഴുത്തൊക്കെ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇയാൾ സെമിനാരിയിൽ പോകുന്ന എന്നോട് പറയാതെയാണോ? സ്നേഹപൂർവ്വം കേട്ടോ. അപ്പം ഇയാൾ അവിടെ അല്ല പോകേണ്ടി, ഇയാൾ പോകേണ്ട സ്ഥലം ഞാൻ പറയാം,
അത് കോതമംഗലത്ത് മൈനർ സെമിനാരിയിൽ പോകണം, അവിടെയാണ് പോകേണ്ടിയെന്ന് പറഞ്ഞു. രൂപതയുടെ. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇനിയിപ്പോൾ അച്ഛന്മാരോട് എന്ത് പറയും. ഞാൻ പറഞ്ഞു അച്ഛൻ അന്നേരം അവിടെ പോകാമെന്ന്. അത് ഞാനേറ്റിരിക്കുന്ന ആ കേസ് കേട്ട് അത് ഞാൻ പറഞ്ഞോളാം അവരോട്, ഞാൻ ഇങ്ങോട്ട് വിട്ടെന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അച്ഛൻ പറയുന്നതിലേ നമുക്ക് സ്വീകാര്യം. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു ആയിക്കോട്ടെ അച്ഛാ, കുഴപ്പമില്ല, എനിക്ക് സെമിനാരി അവിടെ പോകുന്നതാണ് കൂടുതൽ താല്പര്യം, രൂപതയ്ക്ക് പോകുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ ഈ സാമ്പത്തിക പ്രശ്നമൊക്കെ രൂപതയ്ക്ക് പോയാൽ ഒത്തിരി കാശ് വേണമെന്നൊക്കെയാണ് അന്ന് കരുതുന്നത്. രൂപതാ വൈദികനാകണമെങ്കിൽ പൈസ ഒത്തിരി മുടക്കണം എന്നൊക്കെയാണ് കരുതിയത്. അതുകൊണ്ട് ഞാൻ വികാരിയച്ഛനോട് പറഞ്ഞാൽ കൊള്ളാം, കുഴപ്പമില്ല അച്ഛാ, ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം എന്നൊക്കെ വലിയ കൈയൊക്കെ കൂട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛന് എനിക്ക് എഴുത്തും തന്ന് കോതമംഗലത്തിന് വിട്ടു. ഞാനും ചാച്ചനും കൂടെ കോതമംഗലത്ത്. അപ്പോഴേക്കുണ്ടല്ലോ അവിടെ ക്ലാസ്സൊക്കെ തുടങ്ങിയായിരുന്നു. ഒരാഴ്ച 2 ആഴ്ച മറ്റുമായി അവിടെ സെമിനാരി ആരംഭിച്ചു, ക്ലാസ്സൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഈ റെക്ടർസിനെ ആരാണ്ടൊക്കെ കണ്ട് പിതാവുമായിട്ട് ഞാൻ പറയട്ടെ, സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഞാൻ അറിയിക്കാം, തീരുമാനിക്കാം എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ വിട്ടു. എന്നാണേലും പോക്കുറച്ചു ഞാൻ. ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ മറ്റിടത്ത്. അവിടെ ഉണ്ടല്ലോ, അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അവധിയൊന്നും ആയിട്ടില്ല ചെല്ലാൻ പറഞ്ഞ ദിവസത്തിന്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വികാരിയച്ഛൻ ആരാണ്ട് വിട്ട് ഞങ്ങളെ വിളിപ്പിച്ചു പള്ളിയിലേക്ക്. എല്ലാക്കല്ല, പള്ളിയിലേക്ക് വരാനും പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു ഇയാളോട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസമൊക്കെ നിശ്ചയിച്ച് ഞങ്ങൾ സാധനങ്ങളും എല്ലാം വാങ്ങി എല്ലാം പ്രിപ്പയർ ചെയ്ത് പോവുക. അവിടെ ചെന്ന് റെക്ടറസിന് എന്നെ എല്ലാം കണ്ടേച്ച് ഇയാൾ പകുതി ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണല്ലോ വരുന്നത്. നമുക്ക് പിതാവിനെ ഒന്ന് കാണണ്ടേ, പിതാവിനെ ഒന്ന് കാണാം. ഞാനും റെക്ടറസിനും കൂടെ, പിതാവ് നമ്മളെ പോത്തനാമൊഴി പിതാവാണ്, പോത്തനാമൊഴി പിതാവ്. ആ പിതാവിൻ്റെ അടുത്ത് ചെന്നു. റെക്ടറസിന് ആദ്യം പറഞ്ഞു ഇങ്ങനെ ഇച്ചിരി താമസിച്ചാൽ വരുന്നത്, ഹൈ റേഞ്ചിൽ നിന്നാണ്, അതൊന്നും വിവരമൊന്നും കിട്ടിക്കാണുകയില്ല അവിടെ എന്നെല്ലാം പറഞ്ഞ് പിതാവെല്ലാം എന്നോട് കുറച്ച് ഏതാണ്ട് ചോദ്യങ്ങളൊക്കെ വിവരങ്ങളെല്ലാം ചോദിച്ചു പറഞ്ഞു റെക്ടറച്ചാ ഇയാളെ അങ്ങ് കൊണ്ടുപോക്കോ. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായി. അങ്ങനെ ഞങ്ങൾ സെമിനാരിയിൽ ചേർന്ന് കോതമംഗലത്ത് മൈനർ സെമിനാരിയിൽ ചേർന്നു. അവിടെ മൈനർ സെമിനാരിയിൽ 2 വർഷം മൈനർ സെമിനാരി കോഴ്സ്. പിന്നെ കോളേജിൽ പ്രീ ഡിഗ്രി ഉണ്ട്, അത് നിർമ്മല കോളേജിൽ വിട്ടു. അവിടെ ഈ മൈനർ സെമിനാരി കോഴ്സ് കഴിഞ്ഞു പിന്നെ മേജർ സെമിനാരിയിലേക്ക് പോകണം. റെക്ടേഴ്സിനും പിതാവിനും ഒക്കെ നല്ല അഭിപ്രായങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് പറയുമായിരുന്നു ഇയാൾ ഹൈ റേഞ്ചാണ്. പിതാവിനോട് പോത്തനാമൊഴി പിതാവിനെ ഇപ്പോഴും ഞാൻ ഓർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നോട് പറയുമായിരുന്നു ഇയാൾ ഹൈ റേഞ്ചിൽ നിന്നാണ് അധികം പേരൊന്നും ഇല്ല. അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് വിവരം പറഞ്ഞേക്കണം, എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നമാണ്, പല സാധനവും പുസ്തകം വേണം, ഡ്രസ്സ് വേണം, പല കാര്യങ്ങളുണ്ടല്ലോ, എന്തെങ്കിലും വേണേ പറഞ്ഞേക്കണമെന്ന് പറയുമായിരുന്നു. അത്രയും ആത്മാർത്ഥത പോത്തനാമൊഴി കരുതലുണ്ടായിരുന്നു. അതെ. അവിടെ മൈനർ സെമിനാരി കോഴ്സ് കഴിഞ്ഞു മേജർ സെമിനാരി ആണല്ലോ, മേജർ സെമിനാരിയിലേക്ക് പോകണം. അത് റെക്ടർസിനും പിതാവും എല്ലാം കൂടി പ്രദേശിനെ തീരുമാനിക്കുന്ന എവിടേക്ക് പോകണം. പ്രധാനമായിട്ട് നമുക്കന്ന് കോട്ടയത്ത് പിന്നെ വടവാതൂരും ആലുവയിലും മംഗലപ്പുഴ സെമിനാരി 2 സെമിനാരിയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ പലയിടത്തുമൊക്കെ വിടുന്നു, അധികമൊന്നും അങ്ങനെ വിടാറില്ലായിരുന്നു. ഈ അറിയിപ്പ് വന്നപ്പോൾ എനിക്ക് കോട്ടയത്ത് വടവാതൂർ സെമിനാരിയിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഞാനും വേറെ 1-2 പ്രദേശം കൂടെ, വേറെയുള്ളവരെ ആലുവായിക്കും വിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് വടവാതൂർ സെമിനാരിയിൽ മേജർ സെമിനാരിയിലെത്തി. അപ്പോൾ ഒന്നുകൂടെ ഒരു സന്തോഷമായി. ദൈവത്തിൻ്റെ ഒരു പരിപാലനയിൽ അങ്ങനെ ഈ ഹൈ റേഞ്ചിൽ നിന്ന് ആ കാലഘട്ടത്തിൽ വരിക പോവുക, ഇതിനെക്കുറിച്ച് അറിയുക, ഇതെന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. 67 കാലഘട്ടമല്ലേ. മേജർ സെമിനാരിയിലെത്തി. 7 വർഷക്കാരുണ്ട്, 3 വർഷം ഫിലോസഫിക്കാരും 4 വർഷത്തെ തിയോളജി പഠിക്കുന്നവരുമായിട്ട് 500 പ്രദേശമുണ്ടല്ലോ എല്ലാം അവരും കൂടെ. ആ സന്തോഷമായിട്ട് അങ്ങനെ അവിടെ ചെന്നപ്പോൾ കൂടുതൽ സന്തോഷമായി, ഒരു ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുക. നമ്മുടെ ആഗ്രഹം അത് പൂർത്തീകരിച്ച് വരികയാണല്ലോ. പഠിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല, പഠിച്ചു. പിന്നെ ഈ ഫിലോസഫി കഴിഞ്ഞപ്പോൾ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്ത് BA ഡിഗ്രി, അത് ഈ ഫിലോസഫിയിൽ BA ഡിഗ്രി ഒക്കെ കിട്ടി. അങ്ങനെ ഈ ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2 കാര്യങ്ങൾ അങ്ങനെ മനസ്സിലങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ഫിലോസഫി 2-ാം വർഷം
രണ്ടാം വർഷമായപ്പോൾ ഓഗസ്റ്റ് 15 അവിടെ വലിയ പരിപാടിയാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമല്ലേ, മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണമല്ലേ. ആ മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണം തിരുനാളിൻ്റെ എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 15 കൊടിയേറ്റിന് പരിപാടി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. പ്രദേശം എല്ലാം നല്ല പല കഴിവുള്ളവരാണല്ലോ, എല്ലാം നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളാണ്. ഒരു 10 മണിയായപ്പോൾ ഈ അതിൻ്റെ മുൻവശത്തെ ഗ്രൗണ്ടിൽ പിന്നെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാൻ എല്ലാവരും പുറത്തേക്ക് പോവുക എന്നൊരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ എല്ലാവരും കൂടെ പുറത്തേക്ക് പോകും. അവിടെ ഗ്രൗണ്ടിൽ ചെന്നിട്ട് എല്ലാം ലൈനാണ്. അതെല്ലാം കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്, സെമിനാരിയിലെ കാര്യമല്ലേ. ലൈനായിട്ടെല്ലാം നിന്നു. പിന്നെ തിയോളജി, ഫിലോസഫി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അന്ന് ഞങ്ങളുടെ റെക്ടറച്ചന്, പിന്നെ ഈ വടവാത സെമിനാരി റെക്ടറച്ചൻ പള്ളിക്കാപ്പറമ്പ് പിതാവാണ്. അന്ന് പിതാവായിട്ടില്ല, അതിനു മുമ്പ് റെക്ടറാണ്. ഞങ്ങളുടെ വലിയ സ്നേഹമായിരുന്നു കേട്ടോ. എന്നോട് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടായിരുന്നു. കൊടിയേറ്റാനുള്ള സമയമാകുന്നു. അച്ഛന്മാരെല്ലാം വന്നു. അവസാനം റെക്ടറച്ചൻ, പള്ളിക്കാപ്പറമ്പ് പിതാവ് റെക്ടറച്ചൻ വരികയാണ്. റെക്ടറച്ചൻ വന്ന് ഈ കൊടി കയറ്റുന്ന ഒരു വലിയ റൗണ്ടും കാര്യങ്ങളും ഇടപാടും എല്ലാം ഉണ്ട്. അവിടേക്ക് കയറി നിന്നിട്ട് ഏതാണ്ട് ഒരു ബ്രദർ, കുറച്ച് ബ്രദർമാരല്ല ഇതെല്ലാം ശരിയാക്കാൻ ഇതിൻ്റെ കയറ് പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പിതാവല്ല, നമ്മൾ പിതാവെന്ന് പറയണമല്ലോ. പിതാവ് റെക്ടറച്ചൻ്റെ കയ്യിലേക്ക് കൊടുത്തു. റെക്ടറച്ചൻ ഇങ്ങനെ എല്ലാവരെയും നോക്കി കൊടിയേറ്റാനായിട്ട് 2 വാക്ക് പറയൂല്ലോ, പറഞ്ഞാണല്ലോ കൊടിയേറ്റുന്നത്. ഇങ്ങനെ എല്ലാം നോക്കി വെച്ച് എന്നാണോ എൻ്റെ നേരെ ഇങ്ങനെ വന്നു നോട്ടം. അവസാനം എൻ്റെ നേരെ വന്നു. എന്നിട്ട് പുള്ളി ഉറക്കെ പറഞ്ഞു ഇങ്ങനെ, ബ്രദർ ജോസഫ് വെള്ളിയാന്തടം ഇവിടെ വരണം. എന്നിട്ട് പിന്നെ പുള്ളി പറഞ്ഞു, ബ്രദർ ജോസഫ് വെള്ളിയാന്തടം ഉണ്ടായത് 1947 ഓഗസ്റ്റ് 15 അതുകൊണ്ട് ബ്രദർ ഇന്ന് ഈ ഫ്ലാഗ് ഉയർത്തും. അതെ മനസ്സിലാക്കി വെച്ചാവുന്നത്. പക്ഷെ എനിക്കിത് മനസ്സിലാകുന്നില്ല. നമ്മൾ പാവം. നമ്മളെ എൻ്റെ ഇടയ്ക്ക് ഫിലോസഫി ആയതല്ലേ ഉള്ളൂ. തിയോളജി 4 വർഷക്കാർ, ഫിലോസഫി 3-ാം വർഷം എല്ലാം നിൽക്കില്ലേ താഴെയുള്ളവർ. അപ്പോൾ പിന്നെ അടുത്ത് നിന്നവൻ എന്നെ തട്ടി വെച്ച് പറഞ്ഞു, പിതാവ് വിളിക്കുന്നു. എനിക്കതങ്ങ് പിടികിട്ടിയില്ല. പിതാവ് വിളിക്കുന്നു ചുമ്മാ തമാശായിരിക്കുമെന്ന് ഞാൻ ആദ്യമേ കരുതി. അത് കഴിഞ്ഞ് പിന്നെ പിതാവ് ഒന്നുകൂടെ പറഞ്ഞു, ബ്രദർ ജോസഫ് വെള്ളിയാന്തടം ഇവിടെ വരണം എന്ന് പറഞ്ഞു. പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. അതെ. പിന്നെ ഞാൻ പൊട്ടിക്കൊടന്നു കയറി ചെന്ന് പിതാവ് എൻ്റെ കയ്യിലേക്ക് ഈ ഇറങ്ങി തന്നു. ബ്രദർ ജോസഫ് ഈ ഫ്ലാഗ് ഉയർത്തിക്കോളാൻ പറഞ്ഞു. അതിന് മുമ്പ് പിതാവ് 1-2 വാക്ക് സ്വാതന്ത്ര്യത്തെ പറ്റിയോ മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണത്തെ പറ്റിയൊക്കെ പിതാവ് 1-2 വാക്ക് പറഞ്ഞ് എന്നെ കൊണ്ട് കൊടി കയറ്റിച്ച് അങ്ങനെ നല്ല സന്തോഷമുള്ള. അതെ. ഭയങ്കര നാടകീയമായിട്ടല്ലേ കഥ പറയുന്ന പോലെ. നേരത്തെ ഒന്നും പറഞ്ഞൊന്നുമില്ല, നേരത്തെ അറിയിച്ചൊന്നുമില്ല. 1947 ഓഗസ്റ്റ് 15 ഞാൻ ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ എൻ്റെ പിന്നെ ബർത്ത്ഡേ ഉണ്ടല്ലോ, ഇന്ത്യ മുഴുവൻ ആഘോഷിക്കും. അതങ്ങനെ ഒരു സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫിലോസഫി സെക്കൻഡ് ഇയറിൽ തന്നെയാണ് ചാച്ചന് അറ്റാക്ക് മൂലം മരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു സംഭവം കൂടെ നടന്നായിരുന്നു. ഞങ്ങൾ ഈ പന്നിയാർകൂട്ടി എന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഈ പൊന്മുടി ഡാം പരിപാടിയെല്ലാം വന്നപ്പോഴത്തേക്ക് അവിടെ വലിയ അവിടുത്തെ പിന്നെ സെറ്റിൽമെൻറ്റ് ഏരിയ തിരിക്കുന്നു, പിന്നെ കാച്ച്മെൻറ്റ് ഏരിയ തിരിക്കുന്നു, ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇനിയിപ്പം നമ്മുടെ സ്ഥലങ്ങളെങ്ങാനും ഒക്കെ ഇതിലൊക്കെയാനും പെട്ടുപോയാലോ എന്നും പറഞ്ഞ് ചാച്ചനൊക്കെ കൂടി ഇത് വിറ്റു. ഈ പന്നിയാർകൂട്ടിയിലെ സ്ഥലം ഒന്ന് വിറ്റിട്ട് പാറത്തോട്ടിൽ പോയി സ്ഥലം എടുത്തു. ആ പാറത്തോട് നല്ല സ്ഥലമാണ്, അന്ന് തെളിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും നല്ല ആളുകൾ നല്ല സ്ഥലം. അതെ, നല്ല സ്ഥലമാണ്. പാറത്തോട്ടിൽ പോയി സ്ഥലം എടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാറത്തോട്ടിലാണ് താമസിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ഫിലോസഫി സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് പാറത്തോട്ടിലാണ്. അപ്പോൾ ഈ പാറത്തോട്ടിൽ ഞാൻ സെമിനാരിയിലായിരുന്നപ്പോൾ എന്നെ ഈ പള്ളിക്കാപ്പറമ്പ് പിതാവ് റെക്ടറച്ചൻ എന്നെ വിളിച്ചു. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കേ പാറത്തോട് വരെ ഒന്ന് പോകണം. അതിന് ഞാൻ പോരുന്നില്ല, ഞാൻ ആ ഒരു അച്ഛനെ കൂടെ കൂട്ടി വിടാം. അതെ, ഫാദറിന് ഏതാണ്ട് ഇച്ചിരി അസുഖങ്ങൾ ഏതാണ്ട് വന്നു, നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് വരാം എന്നൊക്കെ. ഇത് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്നിട്ട് എൻ്റെ കൂടെ വിട്ടത്
നമ്മുടെ ഇപ്പം ഈ പുന്നക്കോട്ടി പിതാവാണ്. പുന്നക്കോട്ടി പിതാവ് അന്ന് അവിടെ വൈസ് റെക്ടറാണ്. അതെ അതെ അതെ, പഠിപ്പിക്കുന്നുണ്ട്. വൈസ് പുന്നക്കോട്ടി പിതാവിനെയും കൂട്ടി, പിതാവ് അന്ന് അച്ഛൻ കൂട്ടി ഞങ്ങളെ കാറെടുത്ത് ഞങ്ങളെ വിടുകയാണ്. അച്ഛന് സംശയം തോന്നിയോ? എനിക്ക് സംശയം എന്തെങ്കിലും സീരിയസ് ആയിരിക്കുമെന്ന് എനിക്ക് കാരണം എന്നോട് കാര്യമൊന്നും പറഞ്ഞു. അടിമാലിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, എടോ ഇയാളുടെ ഫാദർ മരിച്ചു എന്നാണ് തോന്നുന്നത്, അറ്റാക്ക് എന്നൊക്കെ എന്നോട് ഇവരെല്ലാം പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവിടെ ചെല്ലുമ്പം പ്രശ്നം. അതെ, പിന്നെ അവിടെ ചെന്നു ബാക്കി കാര്യങ്ങൾ അങ്ങനെ. പിതാവ് ആൾക്ക് അന്ന് അവിടെ ഏതാണ്ട് ഓഫീസൊക്കെ ചെല്ലി വെച്ച് തിരിച്ച് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് അവിടെ പിന്നെ കുട്ടി പിതാവ് അവിടെ താമസിച്ചില്ല, തിരിച്ചു പോന്നു. അങ്ങനെ അങ്ങനെ 2 സംഭവങ്ങൾ ഉണ്ടായ കാര്യം പറയുക. കുഞ്ഞുങ്ങളൊക്കെ ചെറുതല്ലേ അന്ന്. അത് കഴിഞ്ഞ് 6 പേരുണ്ടായ കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 8 പേരാണ്. ആ 8 പേരുടെ കാര്യം ഒന്ന് പറഞ്ഞോളാം. മൂത്തത് പെങ്ങൾ, പുള്ളിക്കാരത്തി ആനിക്കാട് സ്കൂളിലായിരുന്നു. രണ്ടാമത്തെ ഞാൻ സെമിനാരിയിൽ പോയി. 3ഉം 4ഉം പെൺകുട്ടികളാണ്. അവർ അങ്ങനെ കെട്ടിച്ചില്ലായിരുന്നു അന്ന്. ഞാൻ സെമിനാരി പോയി കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് അവരെല്ലാം കല്യാണം കഴിച്ചു വിട്ടു. അതിൻ്റെ ഇളയതൊരു ആണാണ്, അവനും കല്യാണം കഴിച്ചു. അതിൻ്റെ ഇളയതൊരു പെണ്ണാണ്. ഞങ്ങളതിനെ ലീന എന്ന് വിളിക്കുമായിരുന്നു. പുള്ളിക്കാരത്തി സിസ്റ്ററായി. 6ാമത്തെ പെൺകുട്ടിയാണ്, അത് സിസ്റ്ററായി. സിസ്റ്റർ ഇപ്പോൾ ഭരണങ്ങാനത്ത് പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു കുറച്ച് ഈ ഓൾഡ് ഏജ് ആയിട്ടുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ അവിടെ ഒരു മടവിലായിട്ട് അതിൻ്റെ മദറായി പോവാണ്. അതെ, ഈ പുള്ളിക്കാരത്തി സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു, ചെമ്പലമറ്റം സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. റിട്ടയർഡായി കഴിഞ്ഞപ്പോഴാണ് അവിടെ മദറായിട്ട്, ഇപ്പോൾ അവിടെയുണ്ട് സിസ്റ്റർ ലീന എന്ന് പറയും, ഭരണങ്ങാനത്ത് മദറായിട്ടാണ്. സിസ്റ്ററിൻ്റെ ഇളയത് ചെറുക്കനായിരുന്നു. അവനെ ഞങ്ങൾ തോമാച്ച എന്ന് ഞങ്ങൾ വിളിക്കുമായിരുന്നു. അവന് പിന്നെ സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു, കാളിയാർ ഹയർ സെക്കൻഡറി സ്കൂളിലായി. അവിടുത്തെ ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പളായിരുന്നു. ഇപ്പം റിട്ടയർ ചെയ്തു. ഈ ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. കാരണം അപ്പ ഇല്ലാതെ പിന്നെ കാര്യങ്ങളൊക്കെ അന്ന് പിന്നെ അമ്മ എന്നാലും ധൈര്യമായിട്ട് എൻ്റെ സെമിനാരിയിൽ അവിടെ തന്നെ നിന്നോണം എന്നൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പാർത്തോട്ടിൽ നിന്ന് നാട്ടിലേക്കൊന്ന് പോരാം എന്നുള്ളൊരു പദ്ധതി കിട്ടും. നാട്ടിൽ ഞങ്ങൾ നാട്ടിലെവിടെയെങ്കിലും പോരാം എന്നുള്ളത്. അങ്ങനെ വന്നപ്പോൾ ആ സ്ഥലം വിൽക്കാനുള്ളൊരു സൗകര്യമൊക്കെ വന്നു. അപ്പോൾ ഞങ്ങളത് വിൽക്കാമെന്ന് തീരുമാനിച്ചു. നാട്ടിൽ വന്ന് അന്വേഷിച്ചു. അന്നേരം ഞങ്ങളുടെ പരിചയമുള്ള ഒരു പാർട്ടികൾ ഈ കോടിക്കുളത്തുണ്ട്. ഇവിടെ അടുത്താണ് കോടിക്കുളം എന്ന് പറയുന്നത്. കോടിക്കുളത്തുണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല സ്ഥലങ്ങളാണ്, തൊടുപുഴ സൈഡാണ്, നല്ല സ്ഥലമാണ്. ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഇവിടെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ വന്ന് കോടിക്കുളത്ത് സ്ഥലമൊക്കെ മേടിച്ച് അവിടെ സെറ്റിൽഡാണ്. അതെ, ഇപ്പം ആ കോടിക്കുളത്താണ് ഞങ്ങൾ സെറ്റിലാകുന്നത്. ഈ പാർത്തോട്ടിലേക്ക് മാറിയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് ഈ ചാച്ചൻ മരിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞാണ് കോഴിക്കുളത്തേക്ക് പോകുന്നത്. ഞാൻ ഫിലോസഫി സെക്കൻഡ് ഇയർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കഴിഞ്ഞു, തിയോളജി 4 വർഷം കഴിഞ്ഞു. പട്ടം വരെ അവിടെ പാർത്തോട്ടിലായിരുന്നു. പാർത്തോട്ടിൽ പട്ടം നടക്കും. ഈ അന്ന് പോത്തനാമഴി പിതാവിൻ്റെ അവസാനത്തെ കൈവെപ്പ് ഞങ്ങളുടേതാണ്. ഞങ്ങൾ ഒരു കോതമംഗലം രൂപതയ്ക്ക് ഒരു 4 അച്ഛന്മാർ, ഞങ്ങളുടെ കൈവെപ്പ് 5 പേര്, അതിലൊരാൾ മരിച്ചുപോയി. 5 പേരായിരുന്നു. ഞങ്ങളുടെ കൈവെപ്പാണ് പോത്തനാമഴി പിതാവിൻ്റെ അവസാനത്തെ. പോത്തനാമഴി പിതാവ് അന്നത്തേക്ക് ഇച്ചിരി അസുഖമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അന്നത്തെ VG വിഖർ ജനറൽ സെക്രട്ടറി വള്ളമറ്റം അച്ഛൻ, വെള്ളാങ്കലച്ഛൻ, അവരൊക്കെ വലിയ പ്രസിദ്ധരാണ്. വള്ളമറ്റം അച്ഛനെ പറ്റിയൊക്കെ കേട്ടിട്ട് അവരെല്ലാം പറഞ്ഞു, പിതാവേ ഇപ്പം പിതാവിന് ഹൈറേഞ്ചിന് പാർത്തോട്, അതും കല്ലാർകൂട്ടി വലിയ നല്ല റോഡുകൾ കാർ പോവുള്ളൂ, പിന്നെ വല്ല ജീപ്പിനൊക്കെ പാർത്തോടിന് പോവുള്ളൂ, നല്ല റോഡൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും പട്ടമൊക്കെ അത് ഇടവകി വെച്ച് കൊടുക്കുന്നു. വെള്ളിയാന്തടത്തിൻ്റെ മാത്രം നമുക്ക് അരമനെ ഈ കത്തീഡ്രൽ പള്ളി വെച്ചങ്ങ് നടത്തിയാൽ മതിയാകും, പിതാവ് പോകണ്ടെന്ന്. പിതാവ് പറഞ്ഞു, വെള്ളിയാന്തടത്തിൻ്റെ ഞാൻ അവിടെ പോയി നടത്തണം എന്നും പറഞ്ഞ് പുള്ളി വാശിയിലാണ്. പിന്നെ എന്നോട് എല്ലാവരും അച്ഛന്മാരൊക്കെ വിളിച്ച് പറഞ്ഞു, പിതാവിന് അവിടെ വന്ന് നാരായണാടാവുകയെ താല്പര്യം, അതുകൊണ്ട് ഇയാൾ ഒരു പണി നമ്മൾ കൊണ്ടുപോയാൽ വലിയ ബുദ്ധിമുട്ടാണ്, അസുഖവും
ഈ ഹാർട്ടിൻ്റെ പ്രശ്നം ഏതാണ്ടെല്ലാം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പട്ടത്തിൻ്റെ ദിവസം എന്നെ അരമനയിലേക്ക് അവർ വിളിച്ച് അരമനയെ കിടത്തി പിതാവുമായിട്ട് ഒന്നിച്ച് വൈകിട്ട് അത്താഴമെല്ലാം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ എന്നോട് അച്ഛന്മാർ പറഞ്ഞു, പിതാവിൻ്റെ കാറയിൽ ഇയാളൂടെ കയറിക്കും.